ഫലസ്തീൻ ഇസ്രായേൽ കരാർ പ്രകാരം ആദ്യഘട്ടത്തിലെ 3 വനിതാ ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചു. ഗസ സിറ്റിയിൽ നിന്ന് ബന്ദികൾ മുളച്ചു പൊന്തി എന്നാണ് ചില അറേബ്യൻ മീഡിയകൾ ഈ വിഷയത്തെ അടിക്കുറിപ്പായിട്ട് രേഖപ്പെടുത്തുന്നത്. അതിന് കാര്യം അവർ പറയുന്നത്, ഈ മേഖലയിൽ സജീവ സാന്നിധ്യമായിരുന്നു ഇസ്രായേലിന്റെ സൈനികർ കഴിഞ്ഞ 1 വർഷവും 3 മാസവും. സർവ്വ മേഖലയിലും അരിച്ചു പെറുക്കിയിട്ടും ബന്ദികളെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. കരാർ വ്യവസ്ഥ വന്നതോടുകൂടി അവർ ചവിട്ടി നടന്ന അതേ ഭൂമിയിൽ നിന്ന് പലസ്തീനിലെ ഹമാസ് സൈനികർ ഇവരെ മോചിപ്പിക്കുകയായിരുന്നു. വളരെ എളുപ്പത്തിൽ തന്നെ അവരുടെ പ്രദേശത്തോട് ചേർന്നുകൊണ്ട് മോചിപ്പിക്കുന്നതും അവരുടെ വാഹനത്തിൽ നിന്ന് റെഡ് ക്രോസിന്റെ വാഹനത്തിലേക്ക് മാറ്റുന്നതിന്റെ വീഡിയോയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പലസ്തീൻ തന്നെ പുറത്തുവിടുകയും ചെയ്തു. അങ്ങനെ 3 പേരുടെ മോചനവുമായി ബന്ധപ്പെട്ട് ലോകം മുഴുവനും നിരീക്ഷിച്ച, ശ്രദ്ധിക്കപ്പെട്ട ഈ ബന്ദിമോചനത്തിന്റെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ബന്ദികളുടെ ആരോഗ്യ കാര്യത്തെക്കുറിച്ചും നിരീക്ഷണം നടത്തി. സന്തോഷത്തോടു കൂടിയും ആഹ്ലാദത്തോടു കൂടിയുമാണ് ഈ ബന്ദികൾ റെഡ് ക്രോസിന്റെ വാഹനത്തിലേക്ക് കയറുന്നതും സംബോധനം ചെയ്യുന്നതും. അവർക്ക് ഗിഫ്റ്റ് നൽകുന്നതിന്റെ ചിത്രങ്ങൾ പോലും പലസ്തീൻ പുറത്തുവിട്ടതിന്റെ ഭാഗമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. സമാനമായിരിക്കുന്ന ഇതിന് ബദലായിരിക്കുന്ന 90 ഫലസ്തീനികളെ മോചിപ്പിക്കാൻ ഇസ്രായേൽ ഒരുപാട് താമസിപ്പിച്ചു എന്ന ഒരു പരാതിയും ഹമാസ് ഉന്നയിച്ചു. പറഞ്ഞ പ്രകാരം മണിക്കൂറുകൾക്കിടയിൽ തന്നെ ഇവരെ മോചിപ്പിക്കേണ്ടതാണ്, തടവുകാരെ മോചിപ്പിക്കേണ്ടതാണ് കരുതിക്കൂട്ടി ഇസ്രായേൽ അത് വൈകിപ്പിക്കുകയും പാതിരാത്രിയാണ് ഏകദേശം 90 തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്തത്. വെസ്റ്റ് ബാങ്കിലേക്ക് അവർ വാഹനത്തിൽ ബസ്സിൽ യാത്ര ചെയ്യുന്നതോടനുബന്ധിച്ച് അവർ വല്ലാതെ അവശരായിരുന്നു, ക്ഷീണിതരായിരുന്നു, കൊടിയ പീഡനത്തിന് ഇരയായിരിക്കുന്നു എന്നുള്ളതും ചില മോചിപ്പിക്കപ്പെട്ട ഫലസ്തീനികൾ മീഡിയക്കാരോട് പറയുകയും ചെയ്തു. തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ അതികഠിനവും അതിക്രൂരവുമായിരുന്നു, സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. മാത്രവുമല്ല, ഇവർ ശിക്ഷിക്കപ്പെട്ടതിന്റെ കാര്യകാരണത്തെക്കുറിച്ചുള്ള ചർച്ചയും അതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നു. കാര്യം, ചെറിയ കുട്ടികളെപ്പോലും ഇസ്രായേൽ സൈന്യം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിട്ടുണ്ട്. കുറ്റം പറയുന്നത് ഇസ്രായേൽ സൈന്യത്തെ കല്ലെറിഞ്ഞു എന്നുള്ളതാണ്. നിസ്സാരമാക്കപ്പെട്ട കുറ്റത്തിന് പോലും കൊടിയ രീതിയിലുള്ള ശിക്ഷ നൽകുന്ന സംവിധാനമാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്. തങ്ങളുടെ സഹോദരനും തങ്ങളുടെ അനുജന്മാരും ചെറിയ കുട്ടികളുമടക്കം രക്ഷപ്പെട്ടവരിൽ ഉണ്ട്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഇസ്രായേൽ ജയിലിൽ കിടക്കുന്നു എന്നുള്ള കാര്യം അവർ പറയുന്നു. 90 തടവുകാർ എന്ന് പറഞ്ഞാൽ ഒരു ബന്ദിക്ക് 30 തടവുകാർ എന്ന രീതിയിലാണ് കണക്കാക്കിയിട്ടാണ് 90 തടവുകാരെ മോചിപ്പിക്കുന്നത്. ഈ മോചനവുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ സങ്കേതത്തിൽ 15 മാസത്തോളമാണ് ഹമാസിന്റെ സങ്കേതത്തിൽ ബന്ദികൾ താമസിച്ചത്. അവർക്ക് മരുന്നിനോ ഭക്ഷണത്തിനോ കുടിവെള്ളത്തിനോ അതുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യത്തിനും ഒരു കുറവ് വരുത്തിയിട്ടില്ല. ഈ പ്രദേശത്തിന്റെ മേൽഭാഗത്ത്, അതായത് ബങ്കറുകൾക്ക് മേലെ ഫലസ്തീൻ എന്ന് പറയുന്ന ദേശത്തിന്റെ മുനമ്പിൽ യഥാർത്ഥത്തിൽ 18 ലക്ഷത്തോളം അല്ലെങ്കിൽ 19 ലക്ഷത്തോളം അഭയാർത്ഥികൾ പട്ടിണിയുടെയും കുടിവെള്ളക്ഷാമത്തിന്റെയും മരുന്നിന്റെയും കുറവ് മൂലം പ്രയാസപ്പെടുമ്പോഴും യഥാർത്ഥത്തിൽ ബന്ദികൾക്ക് കൃത്യമായ രീതിയിൽ ഭക്ഷണം നൽകാൻ വേണ്ടിയിട്ട് ഫലസ്തീനികൾ താല്പര്യം കാണിച്ചു എന്ന് ഇവരുടെ ശരീരഭാഷയിൽ നിന്ന് പോലും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കരാർ പ്രകാരം വടക്കൻ ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറി തുടങ്ങി. ആ മേഖലയിലേക്ക് ഫലസ്തീന്റെ സൈനികർ എത്തിത്തുടങ്ങുകയും ചെയ്തു. 100 കണക്കിന് സൈനികരുടെ അകമ്പടിയോടുകൂടിയാണ് ബന്ദിമോചനം സാധ്യമാക്കിയത് എന്നുള്ളതും അതിന്റെ ആഘോഷങ്ങളും ആർപ്പ് വിളികളും കേൾക്കാമായിരുന്നു. അത് ഫലസ്തീന്റെ മേഖലയിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇവർ ഇസ്രായേൽ എത്തിയ സമയത്ത് ഇസ്രായേലിലും ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ വൈകാരികമായിരിക്കുന്ന സ്വീകരണമാണ് യഥാർത്ഥത്തിൽ ബന്ദികൾക്ക് ഇസ്രായേൽ ലഭിച്ചിരിക്കുന്നത്. അവരുടെ ഓരോരോ വിഷയകാര്യത്തെക്കുറിച്ചും അന്വേഷിക്കുന്ന വിവരങ്ങളൊക്കെ നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. പല അന്താരാഷ്ട്ര മീഡിയകളും ഈ വിഷയം ലൈവായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഫലസ്തീനികൾ എന്തെങ്കിലും കുറ്റപ്പെടുത്തിയതായിട്ട് പറഞ്ഞതായിരിക്കുന്ന ഒരു വിവരങ്ങളും നിലവിൽ പുറത്തു വന്നിട്ടില്ല. പക്ഷേ പലസ്തീൻ തടവുകാരെ സംബന്ധിച്ചിടത്തോളം അതിൽ 90% ഇസ്രായേലിനെയും അവിടുത്തെ സൈനിക സ്ഥിതികളെയും അവിടുത്തെ ജയിലിലെ ക്രൂരപീഡനത്തെക്കുറിച്ചും കൃത്യമായ രീതിയിൽ പറയുകയും ചെയ്തു എന്നൊരു പ്രത്യേകതയുണ്ട്. ഇനി രണ്ടാമത്തെ ഘട്ടം വരുന്നത്
4 ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഒരാഴ്ചൻ്റെ ഇടയിലാണ് 4 ബന്ദികളെ മോചിപ്പിക്കാനുള്ള തീരുമാനമുണ്ടാവുക. അത് അടുത്ത ഏതാനും ദിവസങ്ങൾക്കകം ഏകദേശം അതിന് രൂപം ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് 120 ഫലസ്തീൻ തടവുകാരെയാണ് ഇസ്രായേൽ മോചിപ്പിക്കേണ്ടത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ മേഖലയിൽ നിന്നുള്ള സൈനിക പിന്മാറ്റവും നിർബന്ധമായിട്ടും വേണം. അപ്പൊ യഥാർത്ഥത്തിൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഹമാസ് മുന്നോട്ട് വെക്കപ്പെട്ട പരമാവധി കാര്യങ്ങളൊക്കെ വ്യവസ്ഥാപിതമായ രീതിയിൽ അംഗീകരിച്ചുകൊണ്ടാണ് നിലവിലെ സാഹചര്യത്തിൽ വെടിനിർത്തൽ കരാർ പൂർത്തീകരിക്കപ്പെട്ടത്. വെടിനിർത്തൽ കരാറിനോട് അനുബന്ധിച്ച് കുറച്ച് മുൻപ് പോലും അവിടെ വെടിവെച്ച കേട്ടിരുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നു. അതോടൊപ്പം തന്നെ യമനിൽ നിന്ന് ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്ന വിവരങ്ങൾ അതും പുറത്തു വന്നു. ഇനിയിപ്പോൾ അടുത്ത വിഷയം എന്ന് പറയുന്നത് മേഖലാ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇവർ ഏത് തീരുമാനമെടുക്കും, എന്ത് പറയും എന്ന കാര്യത്തെക്കുറിച്ചും ഒരു പ്രത്യേകപരമായിരിക്കുന്ന വിവരശേഖരണങ്ങളൊക്കെ പല മീഡിയക്കാരും അതേപോലെ തന്നെ രാഷ്ട്ര ഭരണാധികാരികൾ നടത്തുന്നു. അത് ഇറാന്റെ നിലപാട് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല, യമന്റേത് വന്നിട്ടില്ല. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രോക്സി യുദ്ധം നടത്തപ്പെട്ട ആളുകൾ അത് ഇറാഖിലും ബഹ്റൈനിലും പോലും ഉണ്ട്, ലെബനാനിൽ ഏതായാലും ഉണ്ട്, സിറിയയിൽ നിന്നും നടന്നിട്ടുണ്ട് ആക്രമണം. ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന വിഭാഗങ്ങൾ ഏത് തരത്തിലാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുക എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. ഏതായിരുന്നാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണ പരാജയമാണ് എന്ന് അവർ തന്നെ സമ്മതിച്ചു. കാര്യം എന്ന് പറയുന്നത് ഇത്രയും മാസത്തിനിടയിൽ അവർ ചവിട്ട് നടക്കുന്ന ഭൂപ്രദേശത്തിന്റെ അടിഭാഗത്ത് ബന്ദികൾ ഉണ്ടായിട്ട് സർവ്വവിധ സാങ്കേതിക വിദ്യയും സംവിധാനങ്ങളും അത്യാധുനികമായിരിക്കുന്ന ആയുധ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടും ഇവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടോ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടോ സാധിക്കാതെ വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യം എന്ന് പറയുന്ന ഇവരുടെ തന്ത്രങ്ങളെല്ലാം വീണുടഞ്ഞിരിക്കുന്നു എന്നുള്ളതും യഥാർത്ഥത്തിൽ പാലസ്തീനാണ് വിജയിച്ചത് എന്നുള്ളതും അടിവരയിട്ട് രേഖപ്പെടുത്തുന്ന കാര്യമാണ്. ഇനി രണ്ടാമത്തെ ഘട്ടത്തിൽ ഇനി വരാൻ പോകുന്നത് എന്ന് പറയുന്നത് പരമാവധി അറബ് രാജ്യങ്ങൾ സംഘടിച്ചുകൊണ്ട് പാലസ്തീന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ശബ്ദം UN സഭയിൽ നിന്ന് ഉയർന്നു കേൾക്കും എന്നുള്ളതാണ്. UN സഭയിൽ നിന്ന് ഉയർന്നു കേൾക്കുക എന്ന് പറയുന്നത് അപൂർവപരമായിട്ടാണ് ഐക്യത്തോട് കൂടിയിട്ട് പാലസ്തീന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അറബ് രാജ്യങ്ങൾ സംസാരിക്കാറുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ അമേരിക്ക പോലും ഭയപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. എല്ലാ വിഷയത്തിലും എല്ലാ സാഹചര്യത്തിലും അമേരിക്കയുടെ നയത്തോടും നിലപാടുകളോടും സമീപനത്തോടും ഒപ്പം ചേർന്ന് നിൽക്കുന്ന അറേബ്യൻ രാജ്യങ്ങൾ പാലസ്തീൻ വിഷയം വന്ന സമയത്ത് പാലസ്തീനുകളോടൊപ്പം ചേർന്ന് നിൽക്കുകയും തങ്ങൾക്കെതിരെ സംസാരിക്കുകയും ചെയ്തു എന്നൊരു പരാതി ബൈഡൻ തന്നെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പല രാജ്യങ്ങളും തങ്ങളോടൊപ്പം ഇപ്പോൾ സഹകരിക്കുന്നില്ല എന്നുള്ളത് തങ്ങൾക്ക് വലിയ ക്ലേശകരമായിരിക്കുന്ന കാര്യമാണ് എന്ന് തന്നെ അദ്ദേഹം തുറന്നു പറയാനുള്ള കാര്യം അറബ് രാജ്യങ്ങളുടെ നിസ്സഹകരണമാണ്. ആ ഒരു രീതി ഇനി തുടരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് തന്നെ പ്രയാസമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് യഥാർത്ഥത്തിൽ നീങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.